when x is subtracted from each 22, 38, 35 and 52 the numbers, okay, so obtained in the order are in proportion. So what is the mean proportion between, അതായത് ഏതൊരു എക്സ് എന്ന് പറഞ്ഞ സംഖ്യ കുറച്ചപ്പോൾ, അതായത് 22 മൈനസ് എക്സ് ചെയ്തു, 38 മൈനസ് 8 ചെയ്തു, അതുപോലെ 31 മൈനസ് 6 ചെയ്തു, 55 മൈനസ് 6 ചെയ്തു. സോ ഇവർ പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് സംഖ്യകൾ കിട്ടും. അവരുടെ മീൻ പ്രൊപ്പോർഷൻ റൂട്ട് എ ബി ആണെങ്കിൽ റൂട്ട് ഫസ്റ്റ് സംഖ്യ ഇൻറ്റു സെക്കൻഡ് സംഖ്യ, അതാണ് ഇതെന്ന് പറയുന്നത് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എക്സ് വേണം. എക്സിനെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞിരിക്കുന്നത് 22 ബൈ 38, 31 55. സോ ഇവരുടെ ന്യൂമറേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 9. സോ ന്യൂമറേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം 9. ഡിനോമിനേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 17. സോ ഇങ്ങനെ എഴുതി. ന്യൂമറേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് 9, ഡിനോമിനേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് 17. ഇനി ഇവരുടെ ഡിഫറൻസ് എത്ര? 8 അല്ലേ? സോ ഈ 8 എന്ന ഡിഫറൻസ് ഇവർ തമ്മിലുള്ള ഡിഫറൻസിന് സെയിം ആവണം. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 16. സോ 8 16 ഈക്വൽ അല്ലല്ലോ. പക്ഷേ 8 16 ഈക്വൽ ആക്കാം. എന്ത് ചെയ്താൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 3 താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 ബൈ 34 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇത്ര നമ്മൾ ചെയ്തോളൂ. ന്യൂമറേറ്റർ ഡിഫറൻസ് എടുത്തു, ഡിനോമിനേറ്റർ ഡിഫറൻസ് എടുത്തു. അവരുടെ ഡിഫറൻസ് എടുത്തപ്പം ആ വാല്യൂ ഇവരുടെ ഡിഫറൻസ് എടുക്കുന്ന വാല്യൂ സെയിം ആയിട്ട് വരണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ ഇവിടെ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ 16 ആവുമല്ലോ. ആ 2 ചേർത്ത് ഇവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് ട്രിക്കാണ്. സോ ഇവിടെ മൾട്ടിപ്ലൈ മീൻസ് കിട്ടി. ഇനി നോക്ക്, ഇവരെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. 22 18 ആവണമെങ്കിൽ 4 കുറച്ചു, 38 34 ആവണമെങ്കിൽ എത്ര? 4 അല്ലേ? സോ ഇവിടെ എക്സ് നമുക്കപ്പം ഡയറക്റ്റ്ലി നമുക്ക് എക്സിന്റെ വാല്യൂ 4 കിട്ടി. 3 ഇൻറ്റു 4 മൈനസ് 3 എ ബി സിയുടെ ഒരു പ്രത്യേക ഓർഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ അതിനുവേണ്ടി ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ആദ്യം ഇവർ രണ്ടുപേരെയും എടുത്തു. ഓക്കെ, അതായത് ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം 9ഉം ആഡ് ചെയ്യണം. ഓക്കെ, ഇവർ രണ്ടുപേരും എടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ 5നും 4നെയും കൂടെ ആഡ് ചെയ്യുക 9. സോ അതായത് ബിയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും. സോ ഇതിൽ ഇവർ രണ്ടുപേരും എടുക്കുക. ഇവർ രണ്ടുപേരും എടുക്കുമ്പോൾ 5ഉം 9ഉം എടുക്കണം. സോ അത് എടുക്കുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ഇനി ഇവർ രണ്ടുപേരും എടുക്കുക. ഇവർ രണ്ടുപേരും എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 9 4 13 കിട്ടും. സോ എ ബി സിയുടെ വാല്യൂ കിട്ടി. അതായത് ഇവിടെ എ ബി സി ഉണ്ട്. സോ എ ബി സി എന്ന ഏടെ എടുക്കുക 30/2 9/2 14/2. ഇതിന് കോപ്പൺ എടുത്താൽ പോലും B/C എന്ന് പറയുന്നത് 13/9/14. സോ എ ബി സി കിട്ടി. എ മൈനസ് ബി ചെയ്യുക, എ മൈനസ് ബി. സോ 13 മൈനസ് 4. സോ 4 വരും. പിന്നെ സി മൈനസ് സി എന്ന് വരും. സി 14 9 വരും 5. സിമിലർലി സി സി എന്ന് പറയുന്നത് ഇൻകം ഓഫ് എ is 40% more than the income of B and the expenditure of B is. കുറേ ഇക്വേഷൻസിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ അതുപോലെ എഴുതാം. സോ ആദ്യം പറയുന്നത് ബിയുടെ ഇൻകം, ബിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 66% ഓഫ് എയുടെ എക്സ്പെൻഡിച്ചർ ആണ്. 1/3% എന്തുവാ? അത് 1/3 അല്ലേ? സോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ? ഇപ്പോൾ 33 1/3% 1/3 ആണ്. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ 2/3 ആണ് ഇവിടെ ഉത്തരം. സോ ബി എക്സ്പെൻഡിച്ചർ വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഓഫ് എയുടെ എക്സ്പെൻഡിച്ചർ. സോ നമ്മുടെ അടുത്ത ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ എയുടെ എക്സ്പെൻഡിച്ചർ വിച്ച് ഇസ് ഈക്വൽ ടു 1.25 ഇൻറ്റു ബിയുടെ ഇൻകം. സോ ഇവിടെ നമുക്ക് 1.25 എന്ന് പറഞ്ഞാൽ 125/100 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 5/4 വരും. സോ എയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 5/4 ടൈംസ് ഓഫ് ബിയുടെ ഇൻകത്തിന് തുല്യമാണ്. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ്. ഇതാണ് 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻസിൽ നിന്നും നമുക്ക് ബിയുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെ എഴുതാം? ബിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു എയുടെ എക്സ്പെൻഡിച്ചർ. എയുടെ എക്സ്പെൻഡിച്ചർ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 2/3 ഇൻറ്റു 5/4 ഇൻറ്റു ബിയുടെ ഇൻകം. അതായത് ഈ ഇക്വേഷൻ എടുത്ത് രണ്ടാമത്തെ ഇക്വേഷൻ അതിൽ എയുടെ എക്സ്പെൻഡിച്ചർ ആണ്, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ നമുക്ക് ബിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇത്രയും ഓഫ് ബിയുടെ ഇൻകം ആണ്. ഓക്കെ, അല്ലെങ്കിൽ ബിയുടെ ഇൻകത്തിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ബിയുടെ എക്സ്പെൻഡിച്ചർ. സിമിലർലി എയ്ക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാം. എയുടെ കേസാണ്. അപ്പോൾ എയുടെ ഇൻകം എന്താണ്? ബിയുടെ ഇൻകം ഇൻറ്റു 7/5 അല്ലേ? ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എയുടെ ഇൻകം എന്ന് പറയുന്നത് 7/5 ഇൻറ്റു ബിയുടെ ഇൻകം ആണ്. സോ നമുക്ക് ഇവിടെ എയുടെ എക്സ്പെൻഡിച്ചർ ആണ് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ബിയുടെ ഇൻകം എന്നല്ല ഇവിടെ ഇടേണ്ടത്, പകരം ബിയുടെ ഇൻകം ഇൻ ടേംസ് ഓഫ് എയുടെ എക്സ്പെൻഡിച്ചർ എഴുതണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സോ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? 4 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എ എക്സ്പെൻഡിച്ചർ ബൈ 5 എന്ന് വരും. ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ബിയുടെ ഇൻകം ഇൻ ടേംസ് ഓഫ് എയുടെ എക്സ്പെൻഡിച്ചർ അത് എഴുതി. സോ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ ഇത് രണ്ടുമാണ് നമ്മുടെ 2 പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. ഇപ്പം നമുക്കിവിടെ എ ഉണ്ട്, ബി ഉണ്ട്. ഇൻകം ഇപ്പോൾ ബിയുടെ ഇൻകം ഒരു പർട്ടിക്കുലർ വാല്യൂയിലോട്ട് വെക്കുകയാണ്. ബിയുടെ ഇൻകം എപ്പോഴും 3ൻ്റെയും 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഫ്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. 3ഉം 4ഉം കൊണ്ട് പൂർണ്ണമായിട്ട് ബിയുടെ ഇൻകത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ 5 ഉണ്ട് പൂർണ്ണമായിട്ട്. അപ്പം 3 4 5 ഉണ്ട്. 3 4 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ബിയുടെ ഇൻകം. സോ നമുക്ക് ഇതിന്റെ എൽസിഎം കണ്ടാൽ മതി. പക്ഷേ എൽസിഎം അങ്ങനെ കാണാൻ പറ്റും. കാരണം എൽസിഎം നമ്മൾ ചെയ്യുമ്പോൾ മിനിമം 2 സംഖ്യകളും ചെയ്യാൻ പറ്റണം. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനെ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ എൽസിഎം. 5 × 4 × 3 60 കിട്ടും. സോ അതുകൊണ്ട് തന്നെ ബിയുടെ ഇൻകം ഞാൻ 60 ആയിട്ട് ഫിക്സ് ചെയ്യും. അത്ര ബിയുടെ എക്സ്പെൻഡിച്ചർ ഇത് ചെയ്യുക 60 × 2/3 × 5/4 ചെയ്യുമ്പോഴത്തേക്കും അവരുടെ എക്സ്പെൻഡിച്ചർ വരും. ഓക്കെ, ഇനി ബിയുടെ ഇൻകം ഇപ്പോൾ താഴോട്ട് എഴുതി. ഇനി ബിയുടെ ഇൻകം 60 ആണെങ്കിൽ എയുടെ ഇൻകം എന്തായിരിക്കും? ബൈ ഇക്വേഷൻ നമ്പർ 1 ബിയുടെ ഇൻകം 60 ആണെങ്കിൽ എയുടെ ഇൻകം 7/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 84 എന്ന് വരും. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഈ 3 എണ്ണമാണ് നമുക്ക്. കാരണം വെച്ചാൽ എയുടെ ഇൻകവും
എയുടെ എക്സ്പെൻഡിച്ചർ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ബിയുടെ ഇൻകവും ബിയുടെ എക്സ്പെൻഡിച്ചർ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. സിമിലർലി ബിയുടെയും എയുടെയും ഇൻകത്തിനെയോ എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ നമ്മൾ ഇൻകം എടുക്കുന്നുണ്ട് ഇൻകത്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, നമ്മൾ ഇൻകം അല്ല അസ്യൂം ചെയ്യുന്നത്, ഇൻകം 60 അസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻകങ്ങളെ ബിയുടെയും എയുടെയും ഇൻകങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേണം. സോ 60 നിന്ന് നമുക്ക് 50 കിട്ടി, 60 നിന്ന് നമുക്ക് 84 കിട്ടി. ഇനി എയുടെ ഇൻകം 84 ആണെങ്കിൽ, എയുടെ ഇൻകം 84 ആണെങ്കിൽ എയുടെ എക്സ്പെൻഡിച്ചർ അതെല്ലാം കൂടെ തിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചെയ്ത് നോക്കുക. സോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75 എന്ന് കിട്ടും. ഇനി നോക്കുക, ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ ആണോ? അല്ല. ഇതിനകത്ത് എവിടെയോ ഒരു ഏതോ ഒരു കോമൺ ഫാക്ടർ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നമ്മൾ ഇതിന്റെ യഥാർത്ഥ വാല്യൂട്ട് പോകുക. അപ്പോൾ യഥാർത്ഥ ഇൻകം എന്തായിരിക്കും? 60x ആണ് ബിയുടെ ഇൻകം. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 60x ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ബിയുടെ എക്സ്പെൻഡിച്ചർ ഈസ് ഓൾസോ എക്സിന്റെ ഫാക്ടറിലോട്ട് വരും. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇവിടെ 60x ഇവിടെ 60x ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് 50x ആയിരിക്കില്ലേ? കാരണം ഇത് 60x ആണെങ്കിൽ ഉറപ്പായിട്ടും 50x ആയിരിക്കും. കാരണം ഇത് 60 ഇട്ട് നോക്കി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എല്ലാം കൂടെ കിട്ടും 50x എന്ന് തന്നെ വരും. സോ ഇത് 60x ആയാൽ ഇത് 50x ആയിരിക്കും. സിമിലർലി ഇത് 60x ആയാൽ ഇത് 84x ആയിരിക്കും. ഇനി ഇത് 84x ആയാൽ ഇത് എടുത്തുകൊണ്ട് നമ്മൾ എയുടെ ഇൻകം അല്ലേ, ഇത് എയുടെ ഇൻകം കൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് എയുടെ എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് 84x ആയാൽ ഇത് ഈ എയുടെ എക്സ്പെൻഡിച്ചർ 75x ആയിരിക്കും. സോ അതിനർത്ഥം വെച്ചോടെ എല്ലാവരുടെയും ആ കോമൺ മൾട്ടിപ്ലയർ, അതായത് ഈ ഒരു റേഷ്യോയുടെയും ഇൻകത്തിന്റെ റേഷ്യോയുടെയും എക്സ്പെൻഡിച്ചർ റേഷ്യോയുടെയും ഉള്ളിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സേവിങ്സ് എന്ന് പറയുമ്പോൾ ഇവരെ തമ്മിൽ അങ്ങ് കുറച്ചാൽ മതി. സേവിംഗ് എന്ന് പറയുമ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. സോ അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാരണം ഇവർ രണ്ടുപേരും എക്സിന്റെ ഫാക്ടർ കിടക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെ തമ്മിൽ ഡിവൈഡ് നമുക്ക് 10 കിട്ടും. സോ ഇതിനർത്ഥം എന്തുവാ നമ്മൾ ചെയ്തത്? 84x മൈനസ് 75x ആണ് നമ്മൾ ചെയ്തത്. അതായത് 9x ആക്ച്വൽ വാല്യൂലോട്ട് വേണം 9x ഇത് 10x എന്ന് വരും. റേഷ്യോ നമ്മൾ ചോദിച്ചിരിക്കുന്നുണ്ട് 9x/10x, x വെട്ടിപ്പോവും. സിമിലർലി 9/10.